ഗവൺമെന്റ് LPGS മലയൻകീഴ് 167-ാം സ്കൂൾ വാർഷികാഘോഷം മാർച്ച് 31, 2026 PTA പ്രസിഡന്റ് വിനോദ് കുമാർ എസിന്റെ അധ്യക്ഷതയിൽ ഹെഡ്മാസ്റ്റർ പ്രസാദ് രാജേന്ദ്രൻ സ്വാഗതമർപ്പിച്ചു. സുപ്രസിദ്ധ സിനിമാ സീരിയൽ താരം ബിജു വർഗീസ് ഉദ്ഘാടനം ചെയ്തു. സുപ്രസിദ്ധ കലാകാരിയും സാമൂഹ്യ പ്രവർത്തകയും കേരളത്തിൽ ഉയരത്തിൽ 3-ാം സ്ഥാനമുള്ള വനിത കുമാരി അഗ്നിമിത്ര മുഖ്യ അതിഥിയായി. മലയൻകീഴ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മായ രാജേന്ദ്രൻ വിജയികളെ അനുമോദിച്ചു. ആശംസകൾ അർപ്പിച്ചുകൊണ്ട് മലയൻകീഴ് ഗ്രാമപഞ്ചായത്ത് മെമ്പർ ഷാജി, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ OG ബിന്ദു, കാട്ടാക്കട AEO ബീനകുമാരി, BPC കാട്ടാക്കട N ശ്രീകുമാർ, MPTA പ്രസിഡന്റ് രജിത P, സീനിയർ അസിസ്റ്റന്റ് റിജിരാജ് എന്നിവർ സംസാരിച്ചു. സ്റ്റാഫ് സെക്രട്ടറി ദിവ്യ S ബാബു റിപ്പോർട്ട് അവതരിപ്പിച്ചു. തുടർന്ന് കരാട്ടെ ഡെമോൺസ്ട്രേഷനും കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും നൃത്തവിരുന്നും നടന്നു. ഒരു അഭ്യാസ പ്രസംഗത്തിന് പറ്റിയൊരു വേദിയല്ല, ഇതിലൊരു കലാവിരുന്നിന്റെ വേദിയുണ്ട്. അപ്പൊ എല്ലാവരും അക്ഷരനായ നല്ലൊരു ഒരു ഉഗ്ര കൈയടിയൊക്കെ എല്ലാവരും കൂടെ പടക്കം പൊട്ടുന്നവര. ഇത് നമ്മുടെ ഇന്നത്തെ ഫംഗ്ഷൻ തീരുന്നവർ ഈ സന്തോഷം എല്ലാവരുടെ മുഖത്ത് കാണണം, എല്ലാവരുടെ ഉള്ളിൽ കാണണം. നിറഞ്ഞ സന്തോഷത്തോടു കൂടി വേണം ഇന്നത്തെ ഫംഗ്ഷൻ കഴിഞ്ഞ് എല്ലാവരും വീട്ടിലോട്ട് പോകാൻ. ആദ്യത്തെ ചോദ്യം ചോദിക്കട്ടെ. കൊച്ചു കുട്ടികളാണ്, കുഞ്ഞു ചോദ്യങ്ങൾ ചോദിക്കാം. കുട്ടികൾക്ക് ഉത്തരം അറിയില്ലെങ്കിൽ മുതിർന്നവർക്ക് പറയാം. സമ്മാനം നമ്മളെ പ്രസാദ് സാറ് തരുന്നതായിരിക്കും. ചോദിക്കട്ടെ. അത് കൊച്ചു കുട്ടികൾക്ക് വേണ്ടി കുഞ്ഞു ചോദ്യമാണ്. സ്വന്തം പേര് പറഞ്ഞ് നിലവിളിക്കുന്ന ഒരു പക്ഷിയുടെ പേരെന്താണ്? കാക്ക ആദ്യം പറഞ്ഞത് മോളാണ്. മോളിಗೆ തന്നെ മോക്ക് നല്ലൊരു കയ്യിൽ കൊടുത്തേ. കൊച്ചു ചോദ്യമാണ്, അത് പറഞ്ഞ കൊച്ചു ചോദ്യം. ക്ലിയർ ആയിട്ടില്ല. പങ്കെടുക്കാൻ സാധിച്ചത് വളരെ ദുഃഖത്തിലുള്ള 1-2 കാര്യം പങ്കെടുത്തിട്ട് ഇവിടെ വന്നതാണ്. അതുകൊണ്ട് എത്താൻ പറ്റുമോ ഇല്ലയെന്ന് അറിഞ്ഞില്ല. അല്ലെങ്കിൽ മഴയും വന്നു, അതിനെനിക്ക് പെട്ടെന്ന് മായ രാജേന്ദ്രൻ, ഗ്രാമപഞ്ചായത്തിന്റെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ ശ്രീമതി OG ബിന്ദു, വിശിഷ്ട അതിഥിയായി ഇവിടെ എത്തിയ കേരളത്തിൽ അറിയപ്പെടുന്ന കലാകാരൻ
മഹത്വമുള്ള ഒരു മേഖലയാണ് മലയൻകീഴ് എന്ന് പറയുന്നത്. ഇപ്പോൾ പൊതുസംരക്ഷണ യജ്ഞത്തിൻ്റെ ഭാഗമായി നമ്മുടെ സ്കൂളുകളെല്ലാം മികവിൻ്റെ കേന്ദ്രങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. നിങ്ങൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമ്മുടെ സ്കൂളുകളെല്ലാം ഈ മലയൻകീഴ് ഭാഗത്തുള്ള സ്കൂളുകൾ നോക്കിയാൽ മതി. അവിടുത്തെ